എല്ലാ കാത്തിരിപ്പിനും വിരാമമിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നാളെ കൂറ്റൻ മദർഷിപ്പ് അടുക്കും. ഡാനിഷ് ചരക്ക് കപ്പലായ സാൻ ഫെർണാണ്ടോ രാവിലെ 6 മണിയോടെ നാളെ ബെർത്തിൽ അടുക്കും. കപ്പൽ ഇന്ന് അർദ്ധരാത്രി തന്നെ പുറംകടലിൽ എത്തിച്ചേരും. വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കപ്പലിന് വലിയ സ്വീകരണം കൊടുക്കുന്നുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് ഹരികൃഷ്ണൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഹരികൃഷ്ണൻ. യഥാർത്ഥത്തിൽ ഇന്റർനാഷണൽ കപ്പൽ ചാലിന് അടുത്തുള്ള ഒരു തുറമുഖം, അതുമാത്രമല്ല കരയോട് ഏറ്റവും അടുത്തുള്ള വിഴിഞ്ഞം പ്രോജക്റ്റ്. അപ്പോൾ ഇത് ഒരുപക്ഷെ ലോക ശ്രദ്ധ നേടാൻ പോകുന്ന ഒരു തുറമുഖമായിരിക്കും. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി, അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി, അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. ആ ചരിത്ര നിമിഷം ഇനി ഏതാനും മണിക്കൂറുകൾക്കകം ആ ചരിത്ര നിമിഷത്തിലേക്ക് നമ്മൾ തൊടുകയാണെന്നുള്ളതാണ്. ഏതായാലും നാളെയോടുകൂടി ഈ മദർഷിപ്പ്, ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ഇങ്ങോട്ടേക്ക് എത്തും. ഇപ്പൊ ഞാൻ ഈ വിഴിഞ്ഞം തുറമുഖത്തിലാണ് നിൽക്കുന്നത്. ഇതിന്റെ പുറകിൽ കാണുന്ന ഈ ക്രെയിനുകൾക്ക് താഴെ നാളെ അത് നങ്കൂരമിടും എന്നുള്ളതാണ്. നാളെ ഭീമൻ മദർഷിപ്പ് നങ്കൂരമിടുകയാണ്. രാജ്യത്തിന് സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെ പറയാം. ഏതാണ്ട് 2000 കണ്ടെയ്നറുകളുമായാണ് ഈ മെർസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ നാളെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാത്രി തന്നെ പുറംകടലിലേക്ക് എത്തുമെങ്കിലും നാളെ രാവിലെയോടുകൂടി, ഏതാണ്ട് പുലർച്ചയോടുകൂടി ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ പോയിന്റ് വ്യൂയിൽ അത് നങ്കൂരമിടും. പിന്നെ രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ ബെർത്തിലേക്ക് ഇത് അടുക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ഒരു ദിവസം കപ്പലിന് വിശ്രമമുണ്ട്. അത് കഴിഞ്ഞ ഔദ്യോഗിക സ്വീകരണമാണ്. അതായത് ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന ഏറ്റവും വലിയ കൂറ്റൻ കപ്പൽ മദർഷിപ്പ് ട്രയൽ റണ്ണിന് വേണ്ടി എത്തുന്ന ഈ കപ്പലിന് സംസ്ഥാന സർക്കാർ വലിയ സ്വീകരണമാണ് നൽകുന്നത്. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ തുടങ്ങി ഈ അദാനി പോർട്ടിന്റെ അധികൃതരും അതേപോലെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ MPമാരും മന്ത്രിമാരും അടങ്ങുന്ന വലിയ പ്രൌഢോജ്വലമായ സ്വീകരണ ചടങ്ങ് തന്നെ ഈ കപ്പലിന് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ചരക്കുകൾ അന്ന് തന്നെ ഇറക്കിയതിനു ശേഷം സാൻ ഫെർണാണ്ടോ തിരിച്ച് മടങ്ങുകയും ചെയ്യും. കഴിഞ്ഞ ചൊവ്വാഴ്ച ചൈനയിൽ ഷിയാമൻ തുറമുഖത്തു നിന്നുമാണ് ഇത് പുറപ്പെട്ടത്. ഏതാണ്ട് 12.5 നോട്ടിക്കൽ വേഗതയിലാണ് ഇത് എത്തുന്നത് എന്നുള്ളതാണ്. ഈ ചരക്കുകൾ ഇറക്കിയതിനു ശേഷം സാൻ ഫെർണാണ്ടോ മടങ്ങിയതിനു ശേഷം പിന്നെ ഫീഡർ ഷിപ്പുകൾ കൂടി ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തും. അങ്ങനെ ചരക്കുകൾ ഇവിടെ നിന്ന് മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഏതായാലും ഇത് സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെ പറയാം. കാരണം അത്രത്തെ ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് അടുക്കുന്നത്. ഈ ട്രയൽ റൺ പൂർത്തിയാകുന്നതോടെ, അത് വിജയകരമായി പൂർത്തിയാകുന്നതോടുകൂടി വിഴിഞ്ഞം പ്രോജക്ട് യാഥാർത്ഥ്യമാകുകയാണ് എന്നുള്ളതാണ്. ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയാൽ ഏതാണ്ട് ഈ വർഷം തന്നെ, ഏതാണ്ട് 3 മാസത്തിനുള്ളിൽ തന്നെ ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകും എന്നുള്ളൊരു താങ്ക് യു ഹരികൃഷ്ണൻ.